ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ഏഞ്ചൽ കാർഡ് റീഡിംഗ് ആണ് പോകുന്നത്. 2 കാർഡ് സ്പ്രെഡാണ് നമ്മൾ എടുക്കുന്നത്. ഇന്നത്തെ നമ്മൾ ഏഞ്ചൽസിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ആരെങ്കിലും ഒരു പുതിയൊരു പ്രണയം തുറന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നതാണോ ആ വ്യക്തിയോട്? അവരെ അങ്ങനെ പറയാൻ പോകുന്നവർക്ക് ഏഞ്ചൽസ് നൽകുന്ന ഒരു മെസ്സേജാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് കാർഡ് എടുക്കുന്നത്, ആ പ്രണയം നിങ്ങൾ തുറന്ന് പറഞ്ഞതിന് ശേഷം ആ പ്രണയം എങ്ങനെയാണ് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഏഞ്ചൽസിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്ന സെക്കൻഡ് കാർഡ് കേട്ടോ. നമ്മൾ 2 കാർഡുകൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു. ഇനി നമുക്കത് റിവീൽ ചെയ്യേണ്ട ടൈമാണ്. ഫസ്റ്റ് കാർഡ്, നിങ്ങളുടെ പ്രണയം നിങ്ങൾ തുറന്ന് പറയാൻ പോകുന്നതിനെ കുറിച്ച് പീസ്ഫുൾ റെസൊല്യൂഷൻ, അതായത് വളരെ സമാധാനത്തിലുള്ള ഒരു വിപ്ലവം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രണയം തുറന്ന് പറയേണ്ട ഒരു ടൈമായി. നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡോട് കൂടി പോകുക. വളരെ സമാധാനപരമായിരിക്കും ആ ഒരു പ്രണയ ജീവിതം. സോ നിങ്ങളിപ്പോൾ തന്നെ മനസ്സിൽ അത് വെച്ചിരിക്കാതെ നിങ്ങളുടെ ആ ഒരു സ്പെഷ്യൽ പേഴ്സണോട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രണയം തുറന്ന് പറയുക. ഈ സെക്കൻഡ് കാർഡ്, ആ പ്രണയം എങ്ങനെയാണ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അതിന് കിട്ടിയിട്ടുള്ളത് ദേഴ്സ് സംതിങ് ബെറ്റർ, അതായത് നിങ്ങൾ ആ ഒരു പ്രണയത്തിൽ നിങ്ങൾ തുറന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഒരു പ്രണയ ജീവിതമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അതിനെ ഏറ്റവും ദേഴ്സ് സംതിങ് ബെറ്റർ, എന്നാൽ ബെറ്റർ ആയിട്ടുള്ളത് ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ആ പ്രണയത്തിൽ തന്നെ നിങ്ങൾ അതിൻ്റെ ബെറ്റർ വെർഷനിലേക്ക് കൊണ്ടുപോവുക. ഇതാണ് ഏഞ്ചൽസ് നമ്മളുടെ മുൻപിൽ തന്നിട്ടുള്ള സന്ദേശം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, പുതു പ്രണയം പറയാൻ വേണ്ടി പോകുന്നവരാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രണയം തേടുന്നവരാണോ, അങ്ങനെയുള്ളവരെല്ലാം, അല്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടപ്രണയം ഇനിയും വരുന്നത്, അതും ഒരു പുതു ബിഗിനിങ് ആണ്. എല്ലാവർക്കും ഉള്ളതാണ് ഈ ഒരു മെസ്സേജ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം നല്ല മനോഹരമായിട്ടുള്ളൊരു പ്രണയകാലം ഉണ്ടാവട്ടെ. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള റീഡിങ് നിങ്ങൾക്ക് ടാരറ്റിലോ ലവ് കാർഡ്സിലോ ഒറക്കൽ കാർഡ്സിലോ വേണമെങ്കിൽ ലവ് റീഡിങ്, റിലേഷൻഷിപ്പ് റീഡിങ്, മറ്റു തരത്തിലുള്ള റീഡിങ് എല്ലാം നമ്മൾ ചെയ്തു തരുന്നുണ്ട്. ഇനി ലോങ് ഫ്യൂച്ചറൊക്കെയാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ അറിയേണ്ടതെന്നുണ്ടെങ്കിൽ അസ്ട്രോളജി വഴിയാണ് നമ്മളത് നോക്കി തരുന്നത്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി, മറ്റു തടസ്സങ്ങളും, ആരെങ്കിലുമൊക്കെ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നൊക്കെ സംശയിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അസ്ട്രോളജി വഴി അവരുടെ പ്രശ്നപരിഹാരങ്ങളും നടത്തി കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ വാട്സപ്പ് വഴി നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ പ്രണയബന്ധവും നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് കൂടുതൽ ശക്തവും ദൃഢവും ആഴത്തിലുള്ളതുമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ എനർജിയിലും നിങ്ങളുടെ എലിമെൻ്റ് എനർജിയിലും നിങ്ങൾക്ക് വേണ്ടി ബ്രേസ്ലെറ്റ്സും ക്രിസ്റ്റൽസും പിരമിഡ്സും എല്ലാം നമ്മൾ ഒരുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ ഓർഡർ നൽകുക. താങ്ക് യു ഓൾ.